ചിക്കൻ പദ്ധതിക്കായി അട്ടപ്പാടിയിൽ വാങ്ങിയ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു നോഡൽ ഏജൻസി. വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CPIM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് അട്ടപ്പാടിയിൽ വാങ്ങിയ 20 ഏക്കർ സ്ഥലം വിൽപ്പന നടത്തുന്നത്. എന്നാൽ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുവെന്നും ആരോപണമുണ്ട്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കുറഞ്ഞ വിലയ്ക്ക് ഇറച്ചിക്കോഴികളെ വിൽപ്പന നടത്താൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കേരള ചിക്കൻ പദ്ധതിയുടെ നോഡൽ ഏജൻസിയാണ് വയനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി. പദ്ധതിയുടെ ഭാഗമായി കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള ഹാച്ചറിക്കായി അട്ടപ്പാടിയിൽ 20 ഏക്കർ സ്ഥലം സൊസൈറ്റി വാങ്ങിയിരുന്നു. ഷോളിയർ വില്ലേജിലെ വട്ട്ലക്കയിൽ 2018 സ്ഥലം വാങ്ങിയത്. എന്നാൽ ഹാച്ചറി നിർമ്മാണം നടക്കാതെ വന്നതോടെ പ്രതിസന്ധിയായി. സ്ഥലം വാങ്ങാൻ വായ്പ നൽകിയവർക്ക് പണം തിരിച്ചു നൽകാൻ കഴിയാതെ വന്നത് കൂടുതൽ തിരിച്ചടിയായി. ഇതോടെയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചത്. ഇതിനായി പത്രത്തിൽ പരസ്യം നൽകുകയും ചെയ്തു. കോയമ്പത്തൂരിലെ ഒരു കമ്പനി ഏക്കറിന് 16 ലക്ഷം രൂപ പ്രകാരം സ്ഥലം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അട്ടപ്പാടിയിലെ CPIM നേതാക്കൾക്കിടയിൽ ഭിന്നത ഉയർന്നു. ഏക്കറിന് 30 ലക്ഷം രൂപ വരെ കിട്ടുന്ന സ്ഥലം പകുതി വിലയ്ക്ക് വിൽപ്പന നടത്താൻ ശ്രമം നടത്തുന്നു എന്നാണ് ആരോപണം. ഇതിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം. എന്നാൽ ഹാച്ചറിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് ഭൂമി വിൽക്കുന്നതെന്നും കച്ചവടം ഉറപ്പിച്ചിട്ടില്ലെന്നും ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം S. അജയ്കുമാർ പറഞ്ഞു. കേരള ചിക്കൻ പദ്ധതിക്കായി വയനാട്ടിൽ തന്നെ സ്ഥലം കണ്ടെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്. ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. പ്രസാദ്, ഈ ഗുരുതരമാണ് ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. കേരള ചിക്കൻ പദ്ധതിക്കായി വാങ്ങിയ സ്ഥലം ഇപ്പോൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്നുള്ളത്. എന്താണ് അവിടെ ഈ വിൽപ്പന നടത്താനുള്ള കാരണം? ആ വിവാദത്തിലേക്ക് വരണം. ഒപ്പം തന്നെ പ്രതിഷേധക്കാർ പറയുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ? സതിലക്ഷ്മി, രണ്ട് ഭാഗങ്ങൾ തന്നെയാണ്. കാരണം കേരള ചിക്കൻ പദ്ധതി സംസ്ഥാന സർക്കാർ വലിയ തോതിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിന്റെ നോഡൽ ഏജൻസിയായി CPM നിയന്ത്രണത്തിലുള്ള വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തുന്നു. ഇവർ ഇവിടെ അട്ടപ്പാടിയിൽ 20 ഏക്കർ സ്ഥലം 2018 20 ഏക്കർ സ്ഥലം വാങ്ങി ഇവിടെ തന്നെ ഹാച്ചറി നിർമ്മിച്ച് ഇവിടെ നിന്നുള്ള കുഞ്ഞുങ്ങളെ, കോഴിക്കുഞ്ഞുങ്ങളെ കേരളത്തിലെ മലബാർ മേഖലയിൽ അതിന് പിന്നീട് ഇറച്ചിക്കോഴിയാക്കി വിപണനം നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇത്രയും കാലമായിട്ടും അത് പദ്ധതി മുന്നോട്ട് വന്നില്ല. അതിനിടയിൽ കോവിഡ് വന്നു, അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീട് ഹാച്ചറി നിർമ്മാണത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ആ പ്രദേശം ഹാച്ചറിക്ക് പറ്റിയ സ്ഥലമല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവരുടെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ അത്തരം പരിശോധനകൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ സ്ഥലം വിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ സ്ഥലം വാങ്ങിയത് പല ആളുകളിൽ നിന്നും ബാങ്കിൽ നിന്നും അതോടൊപ്പം തന്നെ വ്യക്തിഗത വായ്പകളെല്ലാം തന്നെ എടുത്താണ്. 10% പലിശ വ്യക്തികളിൽ നിന്ന് എടുത്ത നിക്ഷേപത്തിന് പലിശ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ പലിശയും അതോടൊപ്പം മുതലും ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവിടുത്തെ CPMന്റെ പ്രാദേശിക നേതൃത്വം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. കാരണം അവർ പറഞ്ഞിട്ട് പണം നിക്ഷേപിച്ച ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് CPM തന്നെ നിർദ്ദേശം കൊടുക്കുന്നത്, ഇത് ഈ സ്ഥലം വിറ്റിട്ടാണെങ്കിലും ആ കടം വീട്ടണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ സ്ഥലം വിൽക്കാൻ തീരുമാനിക്കുന്നത്. പിന്നീട് ഈ സ്ഥല വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം എന്ന് പറയുന്നത്, അവിടെ ഇപ്പോൾ ഏക്കറിന് 16 ലക്ഷം രൂപ പ്രകാരം ഒരാൾ ഈ സ്ഥലം ഏറ്റെടുക്കാൻ, ഇവർ ഈ പത്രത്തിൽ പരസ്യം നൽകിയത് കൊട്ടേഷൻ ക്ഷണിക്കുകയാണ് ചെയ്തത്. സ്ഥലം ഏറ്റെടുക്കാൻ ആളുകളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിക്കുന്നു. അങ്ങനെ കൊട്ടേഷൻ ക്ഷണിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും പരമാവധി വിലയായിട്ട് 16 ലക്ഷം രൂപയാണ് ഏക്കറിന് കാണിക്കുന്നത്. അപ്പോൾ CPMലെ ഒരു വിഭാഗം പറയുന്നത് അവിടെ വിപണി വില തന്നെ 30 ലക്ഷം രൂപ, അതായത് സെന്റിന് 30,000 രൂപ വരെ വിലയുള്ളൊരു സ്ഥലമാണ്. അതാണ് ഇപ്പോൾ 16,000 രൂപയ്ക്ക്, സെന്റിന് 16,000 രൂപ പ്രകാരം വിൽപ്പന നടത്തുന്നത്. അത് വലിയ തോതിലുള്ള നഷ്ടമുണ്ടാക്കുന്നുണ്ട്. അത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ വിൽപ്പന നടത്തുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി പറയുന്നത്, ഇത് CPMന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സുരേഷാണ് ഇപ്പോൾ ഇതിന്റെ ചെയർമാൻ. അങ്ങനെ ഒരു CPM നിയന്ത്രണത്തിലാണെങ്കിലും മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകൾ, ഇതൊരു സൊസൈറ്റിയാണ്, ആളുകളെല്ലാം തന്നെ ഉള്ള ഒരു സൊസൈറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിൽപ്പനയ്ക്ക് ഇത് ഒരു തരത്തിലും പൊതുപണം ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലമല്ല. ഇത് സ്ഥാപനത്തിന് തന്നെയാണ് ഈ വിൽപ്പന പൂർണ്ണമായുള്ള അവകാശം. എത്ര വിലയ്ക്ക് വിൽക്കണം എന്നുള്ളതെല്ലാം തന്നെ സ്ഥാപനമാണ് തീരുമാനിക്കുക. എന്തായാലും വിൽപ്പന അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല, ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വിലയ്ക്ക് തന്നെ വിൽക്കാം, അല്ലെങ്കിൽ കൂടിയ വില കിട്ടുകയാണെങ്കിൽ അങ്ങനെ വിൽക്കാം എന്നെല്ലാം തന്നെ പറയുന്നു. എന്തായാലും CPMനകത്ത് രണ്ട് തരത്തിലുള്ള വിവാദമാണ് ഇപ്പോൾ അട്ടപ്പാടിയിൽ ഉയർന്നിട്ടുള്ളത്. ഓക്കെ പ്രസാദ്, വ്യക്തമാണ്. അപ്പോൾ പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പറഞ്ഞത് കേരള ചിക്കൻ പദ്ധതിക്കായി അട്ടപ്പാടിയിൽ സ്ഥലം വാങ്ങിയ
അട്ടപ്പാടിയിൽ വാങ്ങിയ സ്ഥലം അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു നോഡൽ ഏജൻസി. അവിടെ വിവാദങ്ങൾ നിലനിൽക്കുന്നു, പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.